നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന 3D ഒബ്ജക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അതിനകത്ത് പോളിഗൺ സർഫസ്, ക്വാഡ്രാറ്റിക് സർഫസുമാണ് ഉള്ളത്. അതിനാൽ നമ്മൾ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി പോളിഗൺ സർഫസസ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ഒന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. 3D ഡിസ്പ്ലേ മെത്തേഡ്സ് നമുക്ക് മെയിൻലി 4 ഉള്ളത്. ഒന്ന് പോളിഗൺ സർഫസും, 2 സ്പ്ലൈൻ റെപ്രസെൻറ്റേഷൻ, പ്രൊസീജിയൽ മെത്തേഡ്സ്, ഓക്ട്രി റെപ്രസെൻറ്റേഷൻ. അതിനാൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പോളിഗൺ സർഫസ് ആൻഡ് ക്വാഡ്രാറ്റിക് സർഫസ് ആണ്. സ്പ്ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കേർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് സ്പ്ലൈൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രൊസീജിയൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ മെത്തേഡ് അല്ലെങ്കിൽ ഒരു അൽഗോറിതം കാണും, അതിനെ വെച്ചിട്ടായിരിക്കും നമ്മളൊരു ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്ട്രി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പം ഇൻറ്റേർണൽ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഓക്ട്രി വെച്ചിട്ട് അല്ലെങ്കിൽ ട്രീയിൽ 4 ചൈൽഡ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻലി നമ്മൾ നോക്കേണ്ടത് പോളിഗൺ സർഫസ് ആൻഡ് ക്വാഡ്രാറ്റിക് സർഫസസ് ആണ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കിതിനകത്ത് 2 മെത്തേഡ്സ് ആണുള്ളത് ഈ പോളിഗൺ സർഫസിനകത്ത്. അതിനകത്ത് ഒന്ന് ബൗണ്ടറി റെപ്രസെൻറ്റേഷനും 2 സ്പേസ് പാർട്ടീഷനിങ് റെപ്രസെൻറ്റേഷൻ. എന്താണ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് എ 3D ഒബ്ജക്റ്റ് ആസ് എ സെറ്റ് ഓഫ് സർഫസ് ദാറ്റ് സെപ്പറേറ്റ്സ് ദി ഒബ്ജക്റ്റ് ഇൻറ്റീരിയർ ഫ്രം ദി എൻവയൺമെൻറ്റ്. Okay, 2 space partitioning representation. It is used to describe the interior properties by partitioning space region against object into a set of small or non-overlapping contiguous solutes. എന്ന് വെച്ചാൽ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പോളിഗൺ ഉണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ബൗണ്ടറികളെ തെളിച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ ഡാർക്കൻ ചെയ്ത് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ പോർഷൻസും ഔട്ട്സൈഡ് പോർഷൻസും എടുത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, സ്പേസ് പാർട്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും അറിയാവുന്നൊരു പോളിഗൺ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് സ്മോൾ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഫുൾ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ ചെറുതായിട്ട് ഉപയോഗിക്കും. ഇതാണ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ. ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈ ഡാർക്കൻ ചെയ്ത് ബൗണ്ടറി കാണിക്കുമ്പോൾ നമുക്ക് ഇതാണ് ഇൻറ്റേർണൽ പോർഷൻ, ഇതാണ് ഔട്ട്സൈഡ് പോർഷൻ എന്ന് എടുത്തറിയാൻ പറ്റും. ഇതെല്ലാം ഈ പോയിൻറ്റ്സ് ഒക്കെ എടുത്തു തന്നാൽ ഇതെല്ലാം ഇൻറ്റേർണൽ പോർഷൻസ് ആണെന്ന് എടുത്ത് പറയാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്യൂബ്സ്. ഇതിപ്പോൾ കുറച്ച് ക്യൂബുകളായിട്ട് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ത് ഒബ്ജക്റ്റ് ആയാലും അവിടെ എല്ലാം നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ പോർഷൻസ്, അതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ് നമുക്ക് എടുത്തറിയാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ക്യൂബിക്കലായിട്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഇൻറ്റീരിയർ പോർഷൻ ഔട്ട്സൈഡ് പോർഷന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോളിഗൺ സർഫസിനകത്ത് നമുക്കിത് നോക്കുന്നതെന്ന് വെച്ചാൽ ദ മോസ്റ്റ് കോമൺലി യൂസ് ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ ഫോർ എ 3-dimensional ഒബ്ജക്റ്റ് ഇസ് സെറ്റ് ഓഫ് പോളിഗൺ സർഫസസ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ പറഞ്ഞല്ലോ, അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിഗൺ സർഫസസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഓൾറെഡി, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് റീഡ് ചെയ്ത് പോകുന്നത്. പോളിഗൺ സർഫസ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞത് ബൗണ്ടറി റെപ്രസെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ സർഫസസ്. അപ്പം അതിനുവേണ്ടി എങ്ങനെയാണ് നമ്മൾ അൽഗോരിതമിക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? പോളിഗൺ ടേബിൾസ് വെച്ചിട്ട്. പോളിഗൺ ടേബിൾസ് എന്ന് പറയുമ്പോൾ എത്ര ടേബിൾസ് ഉണ്ട്? 2 ടേബിൾസ് ഉണ്ട്. ഏതൊക്കെ ടേബിൾസാണ്? ജോമെട്രിക് ടേബിളും ആട്രിബ്യൂട്ട് ടേബിളും. ജോമെട്രിക് ടേബിൾ എന്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്? അതിനകത്ത് സേവ് ചെയ്യുന്ന നമ്മുടെ വേർട്ടെക്സ്, എഡ്ജസ്, എത്ര സ്പേസ് ആണ് നമുക്കുള്ളത്, എത്ര സർഫസസ് ആണുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ജോമെട്രിക് ടേബിളിനകത്ത് വരും. എന്നാൽ ആട്രിബ്യൂട്ടിനകത്തോ മറ്റ് ഫീച്ചേഴ്സ്, കളർ, ട്രാൻസ്പെറൻസി, ഒപ്പോസിറ്റി ആൻഡ് സൈസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള വരുന്ന ഡീറ്റെയിൽസൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് ടേബിളിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. സോ നമുക്ക് മെയിനായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു ജോമെട്രിക് ടേബിളിനകത്ത് ഒരു എഡ്ജ് കാണും, വെർട്ടെക്സ് ടേബിൾ കാണും, എഡ്ജ് ടേബിൾ കാണും, പോളിഗൺ ടേബിൾ കാണും. അപ്പോൾ എങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനെ കാണുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് പോലെ നമുക്ക് തോന്നും. ഓക്കെ, ഒരു 3D ഇമേജ് ആയിട്ട് തോന്നാൻ പറ്റും. അപ്പം അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വേർട്ടെക്സ് ടേബിളുണ്ട്, എഡ്ജ് ടേബിളുണ്ട്, പോളിഗൺ സർഫസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വേർട്ടിസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പം നമ്മൾ ആലോചിക്കുക, ഒരു 3D സ്പേസിലാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇമേജിന് 3 കോർഡിനേറ്റ് എക്സ്, വൈ, ഇസഡ് 3 കോർഡിനേറ്റ് പൊസിഷൻസ് കാണും. ആ കോർഡിനേറ്റ് പൊസിഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ 3 ആക്സിസിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത എഡ്ജ് ടേബിളിലാവുമ്പോൾ എന്താണ്? E1, E2. അപ്പോൾ ഇത് E1 ആണെങ്കിൽ V1, V2 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. E2 ആണെങ്കിൽ അപ്പം V2ഉം V3യും അങ്ങനെ നമ്മൾ ഓരോ എഡ്ജിനെ നമ്മൾ ചെയ്യുന്നു. അതേപോലെ പോളിഗൺ സർഫസ് ആകുമ്പോൾ എന്താ പറഞ്ഞത്? ഈ ഒരു സർഫസ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എത്ര എഡ്ജസ് E1, E2, E3 ചേരുമ്പോഴാണ് ആ ഒരു സർഫസ് ആവുന്നത്.
അതേപോലെ ഈ സർഫസും. ഓക്കെ, അങ്ങനെ നമ്മൾ എത്ര സർഫസ് ഉണ്ട്, എത്ര എഡ്ജസ് ഉണ്ട്, എത്ര വേർട്ടസസ് ഉണ്ട്, ഇതെല്ലാം 3 ടേബിൾസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ഇതുപോലെ ടേബിൾസ് ആക്കണമെങ്കിൽ ഫസ്റ്റ് ബേസിക്കലി കുറച്ച് ടെസ്റ്റുകൾ ഇത് പാസ്സാവണം. ഈ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രമേ അതൊരു ഗ്രാഫിക് പാക്കേജിൽ കയറിയിട്ട് നമുക്ക് ഈ ടേബിൾസ് ആയിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണിത് പറയുന്നത്? എവറി വേർട്ടെക്സ് ഇസ് ലിസ്റ്റഡ് ആസ് എൻ എൻഡ് പോയിന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ്. ഓക്കെ, അപ്പം എല്ലാ വേർട്ടെക്സും അതിന് 2 എൻഡ് പോയിന്റ് വേണം, അറ്റ്ലീസ്റ്റ് 2 എഡ്ജസ് എന്ന് വെച്ചാൽ ഇങ്ങനെ 2 എഡ്ജസും ചേർന്നാൽ മാത്രമേ ഒരു വേർട്ടെക്സ് ആകാൻ പറ്റില്ല. വെറുതെ ഒരു എഡ്ജ് മാത്രമായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്തത് എവറി എഡ്ജ് ഇസ് എ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 1 പോളിഗൺ. ഓക്കെ, എല്ലാ എഡ്ജും ആ ഒരു പോളിഗണിൻ്റെ പാർട്ടായിരിക്കണം. ഈ എഡ്ജ് എന്ന് പറഞ്ഞാൽ പോളിഗണിൻ്റെ പോർഷനാണ്. വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എ പോളിഗൺ. ഓക്കെ, ആൻഡ് എവറി പോളിഗൺ മസ്റ്റ് ബി ക്ലോസ്ഡ്. ഓക്കെ, അത് ക്ലോസ്ഡ് ആയിരിക്കണം. ക്ലോസ്ഡ് അല്ലെങ്കിൽ അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അതൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് എവറി പോളിഗൺ ഹാസ് അറ്റ്ലീസ്റ്റ് 1 ഷെയർഡ് എഡ്ജ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഇൻ 2D പോളിഗൺ. ഓക്കെ, അതിനെ നമുക്കൊരു ഒബ്ജക്റ്റ് ആയിട്ട് 3D ആയിട്ട് തോന്നണമെങ്കിൽ ഒരു എഡ്ജ് എങ്കിലും ഷെയർഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെ കാണാൻ പറ്റും. അതിനെ നമുക്ക് വിസിബിളായിട്ട് ഒരു 3D ഇമേജിൽ വിസിബിളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു 2D പോലെ ജസ്റ്റ് തോന്നും. നമുക്കൊരു ഒരു എന്താ വിഷ്വലൈസേഷൻ എഫക്റ്റ് കിട്ടത്തില്ല. ഓക്കെ, ഇനി പ്ലെയിൻ ഇക്വേഷൻസ് ആണ് അടുത്തത് വരുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് വരെയാണ് ഇതുവരെ നോക്കിയത്. ഇനി പ്ലെയിൻ ഇക്വേഷനാണ് പുതിയതായിട്ട് വരുന്നത്. അപ്പം പ്ലെയിൻ ഇക്വേഷനകത്ത് നമുക്ക് ഈ 3D ഒബ്ജക്ട്സിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ, ഇൻപുട്ട് ഡേറ്റ റെപ്രസെൻറ്റേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെവറൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്? For this processing, we sometimes need to find orientations, and it can be obtained by vertex coordinate values and the equation of polygon plane. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ ഓറിയൻറ്റേഷൻ? വേർട്ടെക്സ് ഓറിയൻറ്റേഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു പ്ലെയിനിൽ ആ ഒബ്ജക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് AX + BY + CZ + D = 0, where A, B, C and D are constants. ഓക്കെ, എന്താണ് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്താണ്? AX + BY + CZ + D = 0, അല്ലെങ്കിൽ നമുക്കതിനെ D കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് A/D of x plus B/D of x എന്ന് വെച്ചാൽ ഈ D വെച്ചിട്ട് ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? =0 എന്ന് വരും. D എന്നുള്ള ടേം വരത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും വിഷയമില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. ഇവിടെ നമുക്കെല്ലാം ഇക്വേഷൻസ് ആണ് ഓർത്തിരിക്കേണ്ടത്. നമുക്ക് അതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും ആവശ്യമില്ല. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ അടിയിൽ വരുന്ന ഇക്വേഷൻസ് നമുക്ക് പഠിച്ചിരിക്കുക. ഇക്വേഷൻസിനാണ് മാർക്ക് വരുന്നത്. സോ പ്ലെയിൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലെയിൻ ഇക്വേഷൻ എന്താണ്? AX + BY + CZ + D = 0, where A, B, C and D are constants and X, Y, Z is any point in the plane. ഒരു പ്ലെയിനകത്തുള്ള ഏതെങ്കിലും 3 പോയിൻറ്റ്സ് ആണ് ABCD എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻസ്. ഓക്കെ, ഇനി നമ്മൾ ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഡിറ്റർമിൻസ് കാണും. നമ്മൾ മാത്സിനകത്തൊക്കെ പഠിക്കുന്ന പോലെ ഡിറ്റർമിൻസ് കാണും. ഓക്കെ, അപ്പം നിങ്ങളത് ഇതാണ് അതിൻ്റെ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് വെക്കുന്നത്. ബട്ട് എനിവേ അതിൻ്റെ ഇക്വേഷൻസ് ABCയുടെ ഇക്വേഷൻസ് കണ്ടിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? XYZൻ്റെ വാല്യൂസ് കിട്ടും. അപ്പം നോക്കിക്കോ, ഇപ്പം എയുടെ ഇക്വേഷൻ ഇതാണ്, എയുടെ മെട്രിക്സ് ഇതാണ്, ബിയുടെ മെട്രിക്സ് ഇതാണ്, സിയുടെ മെട്രിക്സ് ഇതാണ്, ഡിയുടെ മെട്രിക്സ് ഇതാണ്. അക്രോസ് എ വരുമ്പോൾ നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ Y ആക്സസ് വെച്ചിട്ടായിരിക്കും നോക്കുന്നത്. വെച്ചാൽ Y1 വെച്ചിട്ടായിരിക്കും എ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഡിറ്റർമിൻസി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Y1 എടുക്കുവാണെങ്കിൽ അതിൻ്റെ റോയും കോളവും നമ്മൾ എടുക്കത്തില്ല. പിന്നെന്താ ചെയ്യുന്നത്? Y1 ഇൻറ്റു അതിൻ്റെ റോയും കോളവും വിട്ടിട്ട് ബാക്കിയുണ്ട് ക്രോസ് ചെയ്യണം. അപ്പം Z2 - Z3 പ്ലസ് Y2 ഇൻറ്റു അങ്ങനെ വൈയുടെ കോർഡിനേറ്റ്സ് ആ വൈയുടെ കോളം മാത്രമാണ് ചെയ്യുന്നത്. Y2 ഇൻറ്റു Z3 - Z1. ഓക്കെ, അങ്ങനെ ചെയ്തു പോകണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ ഡിറ്റർമിൻസി ഇക്വേഷൻ കിട്ടും. ഇതേപോലെ ബിയുടെ ആകുമ്പോൾ നടുക്ക് എല്ലാം ഫുൾ 1 ആയിരിക്കും. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു Z ആയിരിക്കും ചെയ്യുന്നത്.
ഓക്കെ, അത് ഓർത്തിരിക്കണം. എക്ക് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്, ബിക്ക് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ചെയ്യുന്നത്, അതേപോലെ സിക്ക് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് വൈ ഇസഡ് മൂന്നിനും വാല്യൂസ് ഉണ്ട്. എക്സ് വൈ ഇസഡ് അവിടെ 1 വരുന്നില്ല. ഓക്കെ, അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് 1 എന്ന കേസ് വരുന്നില്ല. അവിടെയും വിത്ത് റെസ്പെക്ട് ടു x1 ആണ് നമ്മൾ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഡിറ്റർമിൻ ഡിക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവ് സൈനും കൂടെ ഇവിടെ ഉണ്ട്, അതും കൂടി ഓർത്തിരിക്കുക. അപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇതിനകത്ത് മെയിനായിട്ട് ആവശ്യം വരുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ പഠിക്കുക, ആ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും ഇക്വേഷൻസ് പഠിക്കുക. അതിൻ്റെ ഡിറ്റർമിൻസ് വെച്ചിട്ടാണ് എയും ബിയും സിയും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ, ഡിയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് ഇതിപ്പം നമുക്ക് കിട്ടിയേക്കുന്ന കോയിഫിഷ്യൻസിൻ്റെ വാല്യൂസാണ്. ഓക്കെ, കോയിഫിഷ്യൻസിൻ്റെ വാല്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മളിപ്പം വാല്യൂ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ ഉത്തരം, ഒരു ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ അതിനെ ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയും നമ്മൾ ഏത് പ്ലെയിനിലാണ് അതെന്ന്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ പ്ലെയിൻ ഇക്വേഷൻ ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദി പൊസിഷൻ ഓഫ് എനി പോയിന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ ഇക്വേഷനിൽ നമുക്കിപ്പോൾ ഒരു പ്ലെയിൻ ഉണ്ട്, ആ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഈ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു 0. ആ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ നമുക്ക് ഈ ഡിറ്റർമിൻസിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പം അതിനകത്ത് എക്സിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണെങ്കിൽ ഈ ഒരു പോയിന്റിന് എക്സ് വൈ ഇസഡ് എന്ന വാല്യൂ കാണുമല്ലോ അല്ലേ. ആ വാല്യൂ ഇതിനകത്ത് എക്സും വൈക്കും ഇസഡിനും എല്ലാം ഇട്ട് കൊടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും അല്ലേ, ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ വാല്യൂ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ദെൻ ദ പോയിന്റ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് നോട്ട് ഓൺ ദാറ്റ് പ്ലെയിൻ. മനസ്സിലായോ? ആ പോയിന്റ് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെയുള്ള ഇക്വേഷനകത്ത് എക്സും വൈയും ഇസഡും എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പോയിന്റ്, അത് ആ പ്ലെയിൻ്റെ അകത്താണോ അതിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയിലാണ്, എവിടെയാണ്, ഏത് സർഫസിലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കണ്ടീഷനാണ് പറയുന്നത്. ഇഫ് ദാറ്റ് equation is not equal to 0 then the point of xyz is not on that plane. ഓക്കെ, ആ പ്ലെയിനിലായിരിക്കത്തില്ല. എന്നാൽ ഈക്വൽ ടു 0 ആണെങ്കിൽ, എന്താണ്, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് പോയിന്റ് ഇസ് ഓൺ ദാറ്റ് പ്ലെയിൻ. ഓക്കെ, ദാറ്റ് പോയിന്റ് ഇസ് ഓൺ ദാറ്റ് പ്ലെയിൻ. ആ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല, ബട്ട് അതും കൂടെ നോട്ട് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിൽ ദ പോയിന്റ് ഇസ് ഓൺ ദാറ്റ് പ്ലെയിൻ. ഇനി എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെഡ് പ്ലസ് ഡി ഈസ് ലെസ് ദാൻ 0 ആണെങ്കിലോ the point of xyz is inside the surface. ഇപ്പം നമ്മുടെ ഒരു ക്യൂബ് പോലെ വരയ്ക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇഫ് വിൽ ഗെറ്റ് എ പോയിന്റ് ഓഫ് XYZ ഫ്രം ദാറ്റ്, അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം 0യേക്കാളും ചെറുതാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ പോയിന്റ് ഇസ് ഇൻസൈഡ് ദി സർഫസ്. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ സർഫസിന് പുറത്തായിരിക്കും ആ പോയിന്റ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും ആ കണ്ടീഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ആ പോയിന്റ് പ്ലെയിൻ്റെ അകത്താണോ പുറത്താണോ സർഫസിലാണോ എന്ന്. ഓക്കെ, ഇനി അടുത്തത് വരുന്ന പോളിഗൺ മെഷേഴ്സ്. പോളിഗൺ മെഷേഴ്സ് എന്ന് പറയുമ്പം നമുക്കിങ്ങനെ വയറ് പോലെ കുറേ ഇങ്ങനെ മെഷേഴ്സ് ആണ്. ഇതാണ് മെഷ്. ഇങ്ങനെ ഒരു നെറ്റ് പോലെ ഫുൾ ഒരു പോളിഗണിനെ അതിങ്ങനെ ഫുൾ ഇങ്ങനെ മെഷുകളായിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പോളിഗണെ കംപ്ലീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ 3D surfaces are solids are approximated by a set of polygon and line elements. Such surfaces are called polygon meshes. ഓക്കെ, കുറേ ലൈൻസുകൾ വെച്ചിട്ടാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ പോളിഗൺ മെഷ് ദ ഈച്ച് എഡ്ജ് ഷെയർഡ് ബൈ അറ്റ് മോസ്റ്റ് 2 polygons അല്ലേ. അപ്പം ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒന്നിൽ കൂടുതൽ പോളിഗൺസ് ആയിട്ട് അത് ഷെയർഡാണ്, എന്നാലേ നമുക്ക് അതിനൊരു മെഷായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. The set of polygons or faces together form the skin of the object. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒബ്ജക്റ്റിൻ്റെ ഒരു സ്കിൻ പോലെ ആയിരിക്കും അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുക. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ് ടു റെപ്രസെൻറ്റ് എ ബ്രോഡ് ക്ലാസ് ഓഫ് സോളിഡ് സർഫേസസ് ഇൻ ദ ഗ്രാഫിക്സ്. ഓക്കെ, എന്ത് സോളിഡ് സർഫേസസും നമുക്ക് ഇത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനു വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ഹിഡൻ സർഫേസ് റിമൂവൽ അൽഗോരിതം. നമ്മൾ നെക്സ്റ്റ് മോഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഹിഡൻ സർഫേസ് റിമൂവൽ അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെഷിനെ റെൻഡർ ചെയ്യുന്നത്.
ഇനി അതിന് മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ആ 3 മെത്തേഡ്സിൻ്റെ പേരുകൾ വ്യത്യാവണം പഠിച്ചാൽ മതി. അതെന്താണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം നമുക്കത് വേണ്ട. അപ്പം ജസ്റ്റ് ഏതൊക്കെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള പേരുകൾ പഠിച്ചു വെച്ചേക്കുക. എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ, പോയിൻറ്റേഴ്സ് ടു വേർട്ടെക്സ് റെപ്രസെൻറ്റേഷൻ, പോയിൻറ്റേഴ്സ് ടു എഡ്ജ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ, പോയിൻറ്റേഴ്സ് ടു വേർട്ടെക്സ് ലിസ്റ്റ്, പിന്നെ പോയിൻറ്റേഴ്സ് ടു എഡ്ജ് ലിസ്റ്റ്. ഓക്കെ, അപ്പം ഈ അൽഗോരിതം എന്താണെന്ന് നെക്സ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നുണ്ട്. പോളിഗൺ മെഷ് വെച്ചിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ നമുക്ക് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മെഷിന് അതിൻ്റെ സ്കിന്ന് പോലെ ആയിരിക്കും ഒബ്ജക്റ്റിനകത്ത് ഇങ്ങനെ വരുന്നത്. പിന്നെന്താ, ആ ഒരു സർഫസ്, ആ ഒരു ഒബ്ജക്റ്റ് സർഫസുകളെല്ലാം പോളിഗൺസ് ആയിട്ട് ഇങ്ങനെ ഷെയ്ഡായിരിക്കും മൊത്തം എൻക്ലാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നുവെച്ചാൽ മൊത്തം ഇങ്ങനെ കൂടി വെച്ചേക്കുന്നത്. അങ്ങനെ ആയിരിക്കും ആ ഒബ്ജക്റ്റ് നമ്മൾ കാണുന്നത്. അതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ് ടു മോഡൽ അറ്റ്മോസ്റ്റ് എനി ഒബ്ജക്റ്റ്. ഏത് ഒബ്ജക്റ്റും അങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഈസി ടു റെപ്രസെൻറ്റ് ആസ് എ കളക്ഷൻ ഓഫ് വേർട്ടസസ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ട്രാൻസ്ഫോം ആസ് വെൽ ആസ് ഇറ്റ്സ് ഈസി ടു ഡ്രോ ഓൺ എ കമ്പ്യൂട്ടർ സ്ക്രീൻ. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ കർവ്ഡ് സർഫസസ് ക്യാൻ ഓൺലി ബി അപ്രോക്സിമേറ്റ്ലി ഡിസ്ക്രൈബ്ഡ്. ഓക്കെ, കർവ്ഡ് സർഫസസ് ചെയ്യാൻ പാടായിരിക്കും. അപ്രോക്സിമേറ്റ് വാല്യൂ മാത്രമേ അവിടെ ആക്ച്വലി കിട്ടുന്നുള്ളൂ. നമുക്കൊരു ഇമാജിനേഷനിലെ പോർഷൻ പോലെ അത് പോകത്തുള്ളൂ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സിമുലേറ്റ് സം ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് ലൈക്ക് ഹെയർ ഓർ ലിക്വിഡ്. അപ്പോൾ ഹെയർ, ലിക്വിഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് മെഷീന് ഒബ്ജക്റ്റിനെ നമുക്കിങ്ങനെ വിസിബിൾ ആക്കി കാണിക്കുക അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യാൻ, മോഡൽ ചെയ്യാൻ പാടാണ്. ഇനി അടുത്തത് വരുന്ന ക്വാഡ്രിക് സർഫസ്. ക്വാഡ്രിക് സർഫസ് എന്ന് പറയുമ്പോൾ സ്ഫിയർ, ടൊറോയിഡ്, ഇതൊക്കെയാണ് നമ്മുടെ ക്വാഡ്രിക് സർഫസ് എന്ന് പറയുന്നത്. സ്ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു 3D ഡയമെൻഷനിലാണെങ്കിൽ ഒരു സ്ഫിയർ എന്ന് പറയുന്ന ബോൾ, അതാണ് ഒരു സ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് നോക്കേണ്ടത് ഇക്വേഷൻസ് ആണ്. മെയിനായിട്ടുള്ള ഇക്വേഷൻസ് നോക്കിയിരിക്കുക. ഒരു സർക്കിൾ മിഡ് പോയിന്റ് അൽഗോരിതം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞത് സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² + y² = r². എന്നാൽ ഇവിടെ z ആക്സസും കൂടി വരുമ്പം x² + y² + z² = r² എന്നാണ് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, ഒരു സ്പിയർ സർഫസിൻ്റെ ഇക്വേഷൻ വിത്ത് റേഡിയസ് r. എല്ലായിടത്തും റേഡിയസ് r തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം അവിടുത്തെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഇക്വേഷനാണ്. എക്സ് എന്ന് പറയുന്ന r cos φ cos θ, y എന്ന് പറയുന്ന r cos φ sin θ, z എന്ന് പറയുന്ന r sin θ. സോ ദീസ് ഇക്വേഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അത് പഠിച്ചു വെച്ചേക്കുക കാണാതെ. ഓക്കെ, അടുത്തത് എലിപ്സോയിഡ്. ഓക്കെ, എലിപ്സോയിഡ്. അപ്പോൾ എലിപ്സോയിഡിനകത്ത് നമുക്ക് സ്പിയർ പോലെ അല്ല, നമുക്ക് അതിനകത്ത് മേജർ ആക്സസും മൈനർ ആക്സസും ഒക്കെ ഉണ്ട്. നമ്മൾ ഗ്രാഫിക്സിൽ പഠിക്കുന്നുണ്ടല്ലോ, അങ്ങനെ മേജർ ആക്സസും മൈനർ ആക്സസും ഉണ്ട്. അപ്പോൾ റേഡിയസ് എല്ലായിടത്തും ഒരേപോലെ അല്ല. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ x/r1 rx x/rx the whole square plus y/ry the whole square plus z/rz the whole square = 1. ഇതായിരിക്കും ഒരു എലിപ്സോയിഡിൻ്റെ ഇക്വേഷൻ, കാർട്ടീഷ്യൻ റെപ്രസെൻറ്റേഷൻ. അവിടെ r എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരേപോലെ അല്ല, മേജർ ആക്സസ് ഉണ്ട്, മൈനർ ആക്സസ് ഉണ്ട്. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം rx cos φ cos θ, ry cos φ sin θ, z എന്ന് പറയുന്ന rz sin φ. ഓക്കെ, ഇക്വേഷൻസ് എലിപ്സോയിഡിൻ്റെ ഇക്വേഷനും സ്പിയറിൻ്റെ ഇക്വേഷനും, അതേപോലെ അടുത്തതായിട്ടുള്ള ടോറസിൻ്റെ ഇക്വേഷനും നോക്കി വെക്കുക. അതാണ് ക്വാഡ്രിക് സർഫസിന് നിങ്ങൾ എഴുതേണ്ട ആൻസർ. ഓക്കെ, ടോറസിനകത്ത് വരുമ്പോൾ എന്ന് പറയുമ്പം നമുക്കവിടെ റേഡിയസ്, ടോറസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൻ്റെ ഒരു ഡയഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തൊക്കെ നമ്മളൊരു ട്യൂബ് കൊണ്ടുപോയി, ടയർ പോലിരിക്കുന്ന ട്യൂബ് നമ്മൾ കൊണ്ടുപോയിട്ട് അതിനകത്താണ് നമ്മൾ സ്വിമ്മിങ് അറിയാത്തവരൊക്കെ നിൽക്കുന്നത്. ആ ഒരു ഷേപ്പാണ് ആക്ച്വലി ടോറസ് എന്ന് പറഞ്ഞ ഷേപ്പ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ഒന്നും അല്ല. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, r - √of x/rx whole square plus y/ry the whole square the whole raised to square plus z/rz the whole square = 1. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടോറസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ് എന്താണ്, അവിടുത്തെ വൈ എന്താണ്, അവിടുത്തെ z എന്താണ്, അത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്വാഡ്രിക് സർഫസും. നമ്മുടെ 4th മൊഡ്യൂൾ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആവും. അപ്പം ലാസ്റ്റ് പോർഷൻ ഡയറക്റ്റ് ഇക്വേഷൻസ് പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്, കുറച്ച് തിയറിയുമാണ്. സംഭവം നമുക്ക് പഠിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ പോളിഗൺ സർഫസ്. ഓക്കെ, സർഫസസുകളെ കാര്യമാണ് പറയുന്നത്. പോളിഗൺ സർഫസ്, പ്ലെയിൻ ഇക്വേഷൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ട് പോളിഗൺ സർഫസ് ജനറേറ്റ് ചെയ്യുന്നു. അവിടുത്തെ ഇക്വേഷൻ എന്താണ്, പിന്നെ പോളിഗൺ മെഷ് പഠിച്ചു. പോളിഗൺ മെഷ് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ ക്വാഡ്രിക് സർഫസസിനകത്ത് നമ്മൾ സ്പിയർ, എലിപ്സോയിഡ്, അതേപോലെ ടോറസ്, ഇത് 3ൻ്റെ ഇക്വേഷൻസ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.